വൃദ്ധനായ ഗോവിന്ദൻ പതിഞ്ഞ സ്വരത്തിൽ പേരക്കുട്ടി അശ്വിനോട് സംസാരിക്കുകയായിരുന്നു. കാലം തളർത്തിയ ശരീരത്തിലും ഓർമ്മകൾക്ക് നല്ല തെളിച്ചമുണ്ടായിരുന്നു. അശ്വിൻ ആകാംക്ഷയോടെ മുത്തശ്ശൻ്റെ വാക്കുകൾക്ക് കാതോർത്തു. അശ്വിൻ മോനെ, ഈ അപ്പൂപ്പന് ഒരുപാട് കാലത്തെ കഥകളറിയാം. അന്നത്തെ കാലം ഇങ്ങനെയൊന്നുമല്ലായിരുന്നു. ഞാനൊരു 10 വയസ്സുകാരനായിരുന്നപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു വലിയ പുഴയുണ്ടായിരുന്നു. വേനൽ അവധിക്ക് കൂട്ടുകാരുമായി ഞങ്ങൾ അതിലൂടെ നീന്തി കളിക്കാൻ പോകും. അക്കരെ വലിയൊരു കാടാണ്. പലതരം പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശബ്ദം കേൾക്കുന്ന ഒരിടം. ഗോവിന്ദൻ ഓർമ്മകളിൽ മുഴുകി. അശ്വിൻ ആകാംക്ഷയോടെ ചോദിച്ചു, അപ്പൂപ്പൻ ആ കാട്ടിലൊക്കെ പോയിട്ടുണ്ടോ? ഗോവിന്ദൻ ഒരു നിമിഷം മൗനമായി. മോനെ, അന്ന് ഞങ്ങൾക്ക് അത്ര ധൈര്യമൊന്നുമില്ലായിരുന്നു. പുഴയുടെ അക്കരയ്ക്ക് തോണിയിൽ പോകാൻ പോലും പേടിയായിരുന്നു. പക്ഷേ വൈകുന്നേരങ്ങളിൽ പുഴയുടെ തീരത്തിരുന്ന് ദൂരെ കാണുന്ന ആ കാടിനെക്കുറിച്ച് ഞങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. അവിടെ എന്തൊക്കെയുണ്ടാകും, ഏതൊക്കെ പക്ഷികളായിരിക്കും പാടുന്നത് എന്നൊക്കെ ഞങ്ങൾ കൂട്ടുകാർ സംസാരിക്കും. അദ്ദേഹം തുടർന്നു. ഒരു ദിവസം ഞാനും എൻ്റെ കൂട്ടുകാരൻ രാമുവും പുഴയരികിലൂടെ നടക്കുമ്പോൾ ദൂരെ ആ കാട്ടിൽ നിന്ന് ഒരു പ്രത്യേകതരം പക്ഷിയുടെ പാട്ട് കേട്ടു. ഞങ്ങൾക്കതുവരെ കേട്ടിട്ടില്ലാത്ത ശബ്ദമായിരുന്നു. അന്ന് ഞങ്ങൾ തീരുമാനിച്ചു, ഒരു ദിവസമെങ്കിലും ആ കാട്ടിൽ പോകണം എന്ന്. പക്ഷെ പിന്നീട് പല കാരണങ്ങൾ കൊണ്ടും അത് നടന്നില്ല. ഗോവിന്ദൻ്റെ വാക്കുകളിൽ ഒരു നേർത്ത നൊമ്പരമുണ്ടായിരുന്നു. അശ്വിൻ അത് ശ്രദ്ധിച്ചു. അപ്പൂപ്പൻ ആ കാട് കാണാൻ ഇപ്പോഴും ആഗ്രഹമുണ്ടോ? ഗോവിന്ദൻ ചെറുതായി ചിരിച്ചു. മോനെ, ഈ വയസ്സിൽ അതൊക്കെ നടക്കുമോ? അശ്വിൻ എഴുന്നേറ്റു. നടക്കൂ അപ്പൂപ്പ, നാളെ നമ്മൾ ആ കാട്ടിൽ പോവുകയാണ്. അടുത്ത ദിവസം രാവിലെ അശ്വിൻ ഒരു ചെറിയ തോണി സംഘടിപ്പിച്ചു. അവൻ ഗോവിന്ദൻ്റെ കൈ പിടിച്ച് പതുക്കെ തോണിയിലേക്ക് കയറ്റി. പുഴയിലൂടെ അവർ യാത്ര തുടങ്ങി. ഗോവിന്ദൻ്റെ കണ്ണുകളിൽ ആകാംക്ഷയും സന്തോഷവും നിറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം അവൻ തൻ്റെ സ്വപ്നത്തിലേക്ക് അടുക്കുകയായിരുന്നു. പുഴ കടന്ന് അവർ കാട്ടിലെത്തി. അശ്വിൻ മുത്തശ്ശൻ്റെ കൈ പിടിച്ച് ഓരോ വഴിയും കാണിച്ചു കൊടുത്തു. അവർ ആ അപൂർവമായ പക്ഷിയുടെ പാട്ട് കേട്ടു. മരങ്ങളിൽ പലതരം വർണ്ണാഭമായ പക്ഷികളെ കണ്ടു. ഗോവിന്ദൻ്റെ മുഖത്ത് വിരിഞ്ഞ സന്തോഷം അശ്വിനും സന്തോഷം നൽകി. അന്ന് വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഗോവിന്ദൻ പറഞ്ഞു, മോനെ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ യാത്രയായിരുന്നു ഇത്. എൻ്റെ ഓർമ്മകളിലെ കാടിനേക്കാൾ എത്രയോ മനോഹരമാണ് ഈ കാട്. പ്രായം ഒരു തടസ്സമല്ല. സ്നേഹബന്ധങ്ങൾക്ക് ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ കഴിയും. തലമുറകൾ തമ്മിലുള്ള സ്നേഹവും പിന്തുണയും സ്വപ്നങ്ങളെ പിന്തുടരാൻ പ്രചോദനമേകും.